പരിപാടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇറങ്ങി ചെന്നേട്ടോ കുഞ്ഞൂസിൻ്റെ അടുത്തേക്ക്. ഇതിപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഇവളുടെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറായി. ഇവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ളൊരു ടെൻഷനായിട്ടോ. വേറെ 3 ആളും കൂടി ഇപ്പോൾ വന്നതുകൊണ്ട് അവളുടെ സ്ഥാനം പോയി അവളത് ഒരിക്കലും തോന്നാൻ പാടില്ലല്ലോ. ഭയങ്കര സ്നേഹമായിട്ട് എൻ്റെ കുഞ്ഞിന്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ നോട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവും കേട്ടോ. മേട്ടു ലീശ അയച്ചിടാനുള്ള അടവൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിടില്ല. വിട്ടാൽ എപ്പോഴാണ് മതിലിടാന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു പേടിയില്ലായി ഒന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് മേട്ടുവിൻ്റെ ബഹളം കേട്ട് പുറത്ത് പോയപ്പോൾ ആരോ ഒന്ന് അപ്പുറത്ത് പടക്കം പൊട്ടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് 2 എണ്ണത്തിനെയും നോക്കിയാണ്ട് അടുക്കളയിൽ ഇട്ടു കേട്ടോ. അല്ലാതെ ഇനി ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇന്ന് അവർ കൂൾ ആൻഡ് കാമായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ ഒരാൾ എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരല്ല, നമ്മുടെ കുഞ്ഞൂസാണ്. ഇവരെ തുറന്നു വിടാനുള്ള അപേക്ഷയായിട്ടാണ് വന്നിട്ടുള്ളത്. തുറന്നു വിട്ടതും ഒന്ന് ശങ്കരനെ പിടിക്കാൻ നോക്കിയെങ്കിലും ശങ്കരി കളിക്കാൻ വന്നതോടുകൂടി ആ പരിപാടി അവളത് മുടങ്ങി കേട്ടോ. അതുമാത്രമല്ല, എന്നെ കണ്ടതും ഒരു കാരണം തന്നെയാണ്. എന്നാലും ശങ്കരനെ പിടിക്കാനുള്ള അവളുടെ ആഗ്രഹം അവൾ വിടുന്നില്ല. ശങ്കരനോ പടവൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ എപ്പോൾ വന്നാലും നേരെ പോവും കാറിൻ്റെ അടിയിലേക്ക് കേട്ടോ. ഈ വടി ഞാൻ കാര്യമായിട്ട് പിടിച്ചിട്ടുള്ളത് ശങ്കരനെ കടിക്കുമ്പോൾ കുഞ്ഞൂസിനെ വോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ശങ്കരി ഒരു തേങ്ങയ്ക്ക് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ മേട്ടു ഒന്ന് പുറത്ത് പോയാലോ എന്നുള്ളൊരു ഭാവത്തിൽ ഗേറ്റിൻ്റെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിലും ഞാനത് സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇവരുടെ കളിയും കാര്യങ്ങളൊന്നും മേട്ടുവിന് അത്ര വലിയ ദഹിക്കുന്നൊന്നുമില്ല. കാരണം എന്താണെന്നറിയില്ല, ഈ കടി കുഞ്ഞൂസ് രസിക്കുന്ന അത്രയൊന്നും മേട്ടു രസിക്കുന്നില്ല കേട്ടോ. എനിക്ക് കുഞ്ഞൂസെ വാ എന്നുള്ള രീതിയിൽ ശങ്കരൻ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവൾ അങ്ങോട്ട് അടുത്തെത്തുമ്പോൾ ഓടിപ്പോകുന്ന വഴിയെ കാണുമല്ലോ കേട്ടോ. നല്ല രസമാണ് ഈ കാട്ടിക്കൂടലൊക്കെ കാണാൻ. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ഒക്കെ സെറ്റാവും എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ശങ്കരിക്ക് എന്തിൻ്റെ കേടെന്നൊരു പിടുത്തമില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള വടിയുമേലെ, അല്ലെങ്കിൽ കുഞ്ഞൂസിൻ്റെ മേലെ, അതും അല്ലെങ്കിൽ ശങ്കരൻ്റെ അടുത്തേക്ക് പോകും കേട്ടോ. മേട്ടുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് കാണാൻ നല്ല രസം. ആ സാഹചര്യങ്ങളിൽ ഞാൻ ഫോൺ എടുക്കലല്ല, അവളെ വേഗം എടുത്തു കൊണ്ടല്ലാണ് പതിവ് കേട്ടോ. ഇവരെത്ര കളിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ളൊരു ഭാവത്തിൽ മാറി നിൽക്കലാണ് നമ്മുടെ മേട്ടു. പാവം പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ അതൊരു തുലുമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ശങ്കരി കാണിക്കുന്നത് കേട്ടോ. ശങ്കരി ഇപ്പം തന്നെ കണ്ടില്ലേ കാണിക്കുന്നത്. ഇത് സ്നേഹം കൊണ്ടാണോ ദേഷ്യം കൊണ്ടാണോ അതോ കളിക്കാണോ ഒന്നും അറിയില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ശങ്കരൻ തക്കം കിട്ടിയ പാട്ടിന് കുഞ്ഞൂസിനെ കാണുമ്പോഴേക്ക് കാറിൻ്റെ അടിയിലേക്കാണ് പോണത്. അവനൊന്ന് പുറത്തിറങ്ങട്ടെ എന്നുള്ള ഭാവത്തിൽ കാത്തിരിക്കുകയാണ് നമ്മളെ കുഞ്ഞൂസ്. എന്തുകൊണ്ടാണ് ഈശ്വര അവനെ മാത്രം ഇങ്ങനെ അവൾ നോട്ടിട്ടെന്നൊരു പിടുത്തമില്ല. സ്നേഹം കൊണ്ടാണ് ശങ്കരനെ പിടിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോൾ ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഞാനത് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പൂച്ചോളം നായ്ക്കളൊക്കെ കുട്ടികളെ കടിച്ചുകൊണ്ടോന്ന് കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ കണ്ടിട്ട്. പക്ഷേ ഇത് സ്നേഹമൊന്നുമല്ല കേട്ടോ. കാരണം ആ കടിയിൽ കുറച്ച് ആഘാതം കൂടുതലുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. മാത്രമല്ല, ശങ്കരി എന്ത് കാണിക്കണത് കണ്ണടച്ച് ക്ഷമിക്കുന്ന കുഞ്ഞൂസ്. ശങ്കരൻ ജസ്റ്റ് കൂടിൻ്റെ അടുത്തേക്ക് പോകണതോ വേറെ എന്തെങ്കിലും ചെയ്യണതോ ശങ്കരിന് തൊടുന്ന പോലും കുഞ്ഞൂസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊക്കെ മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ.